തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ. നിങ്ങൾ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അതല്ല ഇവനെ ഇന്ന് സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോഴേ ഇവന്റെ കാമുകിയുണ്ടല്ലേ, അവള് വേറെ തന്നെ ബൈക്കിൽ കയറി പോണതുണ്ട്. ആ നേരം തൊട്ട് ആകെ ഹാലളവ് ഇരിക്കുകയാണ്. ഇപ്പൊ പറയണുണ്ടല്ലോ ചത്ത് കളയണമെന്ന്. ഇപ്പൊ ഇവിടെ ചാവാൻ വേണ്ടി വന്നേ ആറ്റിച്ചായിട്ട്. ഓ നീയേ എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാനപ്പെടുത്ത. കൊച്ചു പിള്ളേരെ പോലെ കിടന്നു. അത് അവളുടെ സഹോദരനോ അല്ലെ കുഞ്ഞമ്മരമോ അങ്ങനെ വല്ലതായിരിക്കും. നീ ചുമ്മാ ആവശ്യമില്ലാത്ത അത് ശരിയാണ്. എടാ അവളെ കുഞ്ഞമ്മേരെ മോനോ കൊച്ചിന്റെ മോനോ വല്ലതായിരിക്കും, അല്ലെങ്കിൽ മാവന്റെ മോനായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ച വന്നതായിരിക്കും. ഇവിടെ ഇതിനൊക്കെ പോയി ചാവാൻ നടക്കാം. പിള്ളേരെ പോലെ പിടിക്കണം. ആരടാ അവള് വിളിക്കണ്ട? ഹലോ, നീ എവിടെ ഇരിക്കുന്നത്? ഓ ഞാൻ നമ്മളെ കൂട്ടുകാരന്മാരോട് നിൽക്കുന്നത്. നമ്മളെ ശ്യാമും അനുവിൻ്റെയും കൂടെ നിൽക്കുന്നു. ഓ ശരി, ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാം. ഓ ശരി. നീ പറഞ്ഞു ശരി എന്നടാ, നമ്മളെ കൊച്ചിൻ്റെ മോൻ്റെ കൂടെ അതാണ് അവൻ്റെ ഇടയ്ക്ക് അവന് ചാവാൻ പോക്ക്. പിന്നെ കാരണം കാണാ അതിനകത്ത് അത്രേ ഉള്ളൂ, ഒരു നിസ്സാര കാര്യം. ഇപ്പോഴത്തെ കാലമാണ്, പെണ്ണുങ്ങളെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കൊച്ചിന്റെ മക്കളെന്നൊക്കെ പറയും. ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി, അറിയോ? എടീ നീ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എടീ എന്റെ വീട്ടിനടുത്തെ ഒരു സഹോദരനും സഹോദരി എന്നും പറഞ്ഞ് രണ്ടുപേരും ഒന്ന് താമസിച്ചു. എടേ ഒടുക്ക ഇവള് ഗർഭിണി ആയപ്പോഴാണ് അറിയണത് ഇവള് സഹോദരനല്ല കാമുകനായിരുന്നെന്ന്. എങ്ങനെ ഇരിക്കുന്നു വിജയ്? ഇതാണ് ഞാൻ പറഞ്ഞ സംഗതി. നിനക്കൊന്നും പറ്റാ, നീ നോക്കിക്കോളേ. ആ ഇനി നമ്മൾ കൂട്ടുകാരായിട്ട് ഇരുന്നിട്ട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കല്ലേ. എടാ ഈ അവളൊക്കെ പറയണ കേട്ടിട്ടെ നീ മൊത്തത്തിലങ്ങ് വിഴുങ്ങ കേട്ടാ. പിന്നെ ഇനി അവള് വേണമെങ്കിൽ പറയും ഈ ബൈക്കിൽ ഇരുന്നവന്റെ അടുത്ത് നീ അവളെ സഹോദരനെന്നാ കുഞ്ഞമ്മേരെ മോനെന്നൊക്കെ അവന്റെ അടുത്തും പറയുമായിരിക്കും അല്ലേ? പിന്നെ ഇരിക്കുവേ, ഞാൻ പോണം. വിജയ്, നിനക്കൊക്കെ എന്താ വീട്ടിൽ പോയി തൂങ്ങിയും ചത്തുകളല്ലേ? ഓടാ പോണം. ഇനി അവൻ ചാവൂ? ചാവൊന്നുമില്ലടാ, നമ്മ അത്രയ്ക്ക് സമാധാനിപ്പിച്ചല്ലടാ അവനെ വിട്ടത്. നമ്മൾ വന്നില്ലായിരുന്നു, ഇപ്പൊ എന്താ വരുന്നത്? അതേനടാ, നമ്മളെ പോലെ കൂട്ടുകാരെ കിട്ടിയത് അവന്റെ ഭാഗ്യം തന്നെ അല്ലേടാ.